ലാലിയുടെ കാര്യത്തിൽ അവർ അർഹയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തുടർച്ചയായി 4ാം തവണ കൗൺസിലർ ആകുന്ന ആളാണ്, സീനിയറാണ്, ലാലൂരിൽ നിന്ന് വന്ന ആളാണ്. എന്ന് വെച്ചാൽ ലാലൂരിലെ മാലിന്യ പ്രശ്നത്തിലൊക്കെ വലിയ പ്രക്ഷോഭ സമര പരിപാടികൾ നടത്തിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ ലാലിയുടെ മനസ്സ് കാണാതെ അല്ലെങ്കിൽ അവരുടെ പരിഭവം കേൾക്കാതെ അവരെ കൃത്യമായി മനസ്സിലാക്കാതെയാണോ നിജി ജസ്റ്റിൻ എന്ന പേരിലേക്ക് നേതൃത്വം എത്തുന്നത്? അല്ല, അതങ്ങനെ തന്നെയാണ്. കാരണം ലാലി ജെയിംസ് മാത്രമല്ല, 4 തവണ കൗൺസിലറായ മറ്റൊരാളുണ്ട്, അത് സുബി ബാബുവാണ്. മറ്റൊരു സീനിയർ കൗൺസിലർ പറയണമെങ്കിൽ ശ്യാമള മുരളീധരൻ സീനിയർ കൗൺസിലറാണ്. പലപ്പോഴും ജാതി സമവാക്യങ്ങൾ നോക്കിയാണ് മേയറെ തീരുമാനിക്കുക തൃശ്ശൂരിൽ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെയും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ആദ്യം ഇത്തരത്തിൽ മേയർ സ്ഥാനം നൽകണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും തന്നെയും ലാലി ജെയിംസിനെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. നിജി ജസ്റ്റിനെ കൊടുക്കുമ്പോൾ, ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട നിജി ജസ്റ്റിന് ആ പദവി നൽകുമ്പോൾ ജാതി സമവാക്യങ്ങളാണ് നേതൃത്വം നോക്കിയതെങ്കിൽ ലാലി ജെയിംസിനും അത് സാധിക്കുമായിരുന്നു. നോക്കിയത് അതല്ല, മറിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങളോ മറ്റു താല്പര്യങ്ങളോ ആണ് എന്നുള്ള കാര്യം അടിവരയിടുന്ന തരത്തിലാണ് ഈ വരുന്നതൊക്കെ തന്നെ. പല കൗൺസിലർമാരോടും തനിച്ച് സംസാരിക്കുമ്പോൾ ലാലി ഇതിന് അർഹയായിരുന്നു, ലാലിയെ തടഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം അവർ പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കളിൽ പലരും ഇത് പറയുമ്പോഴും പിന്നെ എങ്ങനെ നിജി ജസ്റ്റിന്റെ പേരിലേക്ക് വന്നു എന്ന കാര്യത്തിൽ ഇവർക്കൊന്നും ഒരു പിടിയുമില്ല. അവരെല്ലാവരും പറയുന്നത് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ, വിശേഷിച്ച് കെ.സി. വേണുഗോപാൽ, ദീപാദാസ് മുൻഷി തുടങ്ങിയവരുടെ നിർബന്ധമാണ് ഇതിലേക്ക് എത്തിയത് എന്നാണ്. ലാലൂരിന് വേണ്ടി കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ പണിയെടുത്തൊരു പ്രവർത്തകയാണ് കോൺഗ്രസ് അവഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൈഫു, തൃശ്ശൂരിൽ ഏറെക്കാലമായി കോൺഗ്രസിന് തൃശ്ശൂർ നഗരത്തിൽ MLA ഇല്ല, കോർപ്പറേഷൻ ഭരണം 10 വർഷമായി ഇല്ലായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു ചാൻസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചാൻസ് കിട്ടിയ ഒരു ഭരണം കയ്യിലെത്തി നിൽക്കുമ്പോഴാണ് ഗ്രൂപ്പ് തർക്കത്തിൽ കോൺഗ്രസ് അത് കുളമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൈഫുദ്ദീൻ. ശരി, നಟരാജ് പരശുരാമാണ് വിവരങ്ങൾ തന്നത്. സൈഫുദ്ദീനകത്ത് നമ്മൾ പറയുമ്പോൾ ഒരു സ്ഥാനമോഹമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർ വർഷങ്ങളായി പാർട്ടിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു. പക്ഷേ ഇതിപ്പോൾ ആദ്യ തവണ കൗൺസിലറായ നിജി ജസ്റ്റിനിലേക്ക് പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും, കാരണം ഒരു സേവനം നടത്തുമ്പോൾ ഒരു മേയർ ആവുക, അവരുടെ ജനങ്ങളുടെ ഒരു വെൽബീയിങ് ആണ് എല്ലാവരും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിജിയെ സംബന്ധിച്ചിടത്തോളം ലാലൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആളുകൾ ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥി കൂടിയാണ് ലാലൂരിന്റെ സ്വന്തം ലാലി. അതെ. അപ്പോൾ കൊച്ചിയിൽ തർക്കം വന്നപ്പോൾ സ്വാഭാവികമായും ജയിച്ചു വന്ന മുഴുവൻ കൗൺസിലർമാരുടെയും ഹിതം പരിശോധിച്ചിരുന്നു. അന്ന് ഇവർക്കാണ് പിന്തുണ ലഭിച്ചത്. അല്ല, അപ്പൊ തൃശ്ശൂരിൽ അത് പരിശോധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇത് അതായത് ഭൂരിപക്ഷം കൗൺസിലർമാരും ലാലിയാണ് പിന്തുണച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു വലിയ നിരാശ ഉണ്ടാകുന്നത്. പക്ഷെ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് പറയുമ്പോഴും യാതൊരു സ്ഥാനങ്ങളും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഇഷ്ടക്കേട് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ വ്യക്തിപരമായ വിഷമം അവർ അറിയിക്കുമ്പോഴും ഒരു പാർട്ടിക്കൂർ അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതിലിപ്പോ കെ.സി. വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയൊക്കെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഡിവിഷനിലെ, കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിലെ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ജനപിന്തുണയുള്ള ആളാണ്, മാത്രമല്ല വർഷങ്ങളായി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ കെ.സിയും ദീപാദാസ് മുൻഷിയും അവർക്ക് എത്രത്തോളം കാര്യത്തിൽ ആഴത്തിൽ അറിയാമെന്നുള്ള കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സ് പൂർണ്ണമായും കാണാതെ, അവരോട് സംസാരിക്കാതെയാണ് നിജി ജസ്റ്റിന്റെ പേരിലേക്ക് നേതൃത്വം എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ അവർ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ അവസാനത്തിൽ ഒരു ടെസ്റ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം വലിയ ഭൂരിപക്ഷം അവിടെ കോൺഗ്രസിനുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ രംഗത്ത് വരില്ല എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നേടിയ വലിയൊരു വിജയത്തിന്റെ ശോഭ കെട്ടു എന്നുള്ളതാണ്.